ഒരു വർഷത്തിനിടയിൽ പാകിസ്ഥാനിൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഗണ്യമായ വർധനമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതലായി ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. പാകിസ്ഥാനിലേക്കുള്ള ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന വാർത്തകൾ നിരന്തരം പുറത്തു വരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തുന്നതിനോടൊപ്പം തന്നെ അവരെ പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ കല്യാണം കഴിപ്പിക്കാൻ നിർബന്ധിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാൻ മനുഷ്യാവകാശ കമ്മീഷൻ പുറത്തുവിട്ട ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പ്രകാരമാണ് ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ദരിദ്രർ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ എന്നിവർക്കെതിരായ അതിക്രമങ്ങൾ അപകടകരമായ തോതിൽ വർദ്ധിച്ചതായും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ നിർബന്ധിത മതപരിവർത്തനം, ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിപ്പിക്കൽ തുടങ്ങിയ കേസുകളും അതിവേഗം വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ചില മദ്രസകളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ നിർബന്ധമായി മതം മാറ്റുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ ഈ മദ്രസകൾ നിരീക്ഷിക്കണമെന്നും ഇവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ സർക്കാരിൽ നിന്ന് HRCP നിരവധി പ്രധാന നടപടികൾ ആവശ്യപ്പെടുകയാണ്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെയും മതസ്വാതന്ത്ര്യത്തിന്റെയും അവസ്ഥയെക്കുറിച്ച് HRCPയുടെ ഈ റിപ്പോർട്ട് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും തീവ്രവാദം അവസാനിപ്പിക്കുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് സംഘടന സർക്കാരിനോട് ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നേരിടുന്ന മനുഷ്യാവകാശ പ്രതിസന്ധിയെ ഈ റിപ്പോർട്ട് എടുത്തു കാണിക്കുകയും അതുപോലെ പരിഷ്കരണത്തിന്റെ അടിയന്തര ആവശ്യകതയെ ഊന്നി പറയുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ലാഹോറിൽ പുറത്തിറങ്ങിയ സ്ട്രീറ്റ്സ് ഓഫ് ഫിയർ, ഫ്രീഡം ഓഫ് റിലീജിയൻ ഓർ ബിലീഫ് ഇൻ 2024 ഓർ 25 എന്ന HRCP റിപ്പോർട്ട് അനുസരിച്ച് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ വർഷം തന്നെ മതസ്വാതന്ത്ര്യത്തിനും ന്യൂനപക്ഷ അവകാശങ്ങൾക്കും അങ്ങേയറ്റം അസ്വസ്ഥതയുണ്ടാക്കുന്ന വർഷമായിരുന്നുവെന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. ഇസ്ലാം ഇതര വിഭാഗീയ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഭാഗക്കാരെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളും അവരുടെ ആരാധനാലയങ്ങൾ തകർക്കലും വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനു പുറമെ തന്നെ പാകിസ്ഥാനിലെ പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളിൽ നിർബന്ധിത മതപരിവർത്തനം, ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ പ്രായപൂർത്തിയാകാത്ത വിവാഹങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ശൈശവ വിവാഹ നിരോധന നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലെ വ്യവസ്ഥാപിത പരാജയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ തന്നെ മതനിന്ദ ആരോപിച്ചുകൊണ്ട് തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള ആളുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ആൾക്കൂട്ട ആക്രമണ പ്രവണത അത് വർദ്ധിച്ചു വരുന്നതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. പ്രത്യേകിച്ചും ദൈവനിന്ദ ആരോപിച്ചുകൊണ്ട് തന്നെ ആളുകളെ ജനക്കൂട്ടത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് പകരം തന്നെ പോലീസ് കൊലപ്പെടുത്തിയ 2 കേസുകൾ ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. ദൈവനിന്ദ ആരോപിക്കപ്പെടുന്നവരെ പോലീസ് നിയമവിരുദ്ധമായി തന്നെ കൊലപ്പെടുത്തുന്നത് അങ്ങേയറ്റം ഭയാനകമായ കാര്യമാണ് എന്നും പറയുന്നു. അതുപോലെ നിയമനിർവഹണ ഏജൻസികളിൽ പരിഷ്കരണത്തിന്റെ ഉത്തരവാദിത്തത്തിന്റെയും ആവശ്യകത ഇത്തരം കേസുകൾ വ്യക്തമായി കാണിക്കുന്നവയാണ്. വിദ്വേഷ പ്രസംഗങ്ങളുടെ വർധനവിനെ കുറിച്ചും റിപ്പോർട്ടിൽ പറയുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ വരെയുള്ളവരെ ഭീഷണികൾ ഉയർന്നു വരികയാണ്. അതുപോലെ തന്നെ പൗര അവകാശങ്ങൾ ചുരുങ്ങുകയും തീവ്രവാദ ഘടകങ്ങൾക്ക് ഉത്തേജനം ലഭിക്കുകയും ചെയ്യുന്നുവെന്നും ഇതിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ ബാർ അസോസിയേഷൻ പോലുള്ള നിയമ സംഘടനകളും തീവ്രമത ഗ്രൂപ്പുകളും ഒക്കെ തന്നെ നിൽക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. ഇത് നിയമരംഗത്തെ സ്വാതന്ത്ര്യത്തെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഒത്താശയോടുകൂടി തന്നെ, അതായത് സർക്കാർ സ്ഥാപനങ്ങളുടെ ഒത്താശയോടുകൂടി തന്നെ നൂറുകണക്കിന് ആൺകുട്ടികളും പെൺകുട്ടികളും ദൈവനിന്ദയുടെ വ്യാജ കേസുകളിൽ ഉൾപ്പെടുകയും അവരിൽ നിന്നും പണം തട്ടിയെടുക്കുകയും ചെയ്തതായും ഈ ഒരു റിപ്പോർട്ടിൽ, ഈ പുറത്തു വന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.